ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് സെമ്മിലെ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ടോപ്പിക്കിലെ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കേംബ്രിഡ്ജ് ആൻഡ് ന്യൂ കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ടുവന്ന ചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ട ആസ്പെക്റ്റുകളൊക്കെ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ സംഭവങ്ങളുമായിട്ടോ ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി അതേപോലെ തന്നെയുള്ള ഒരു പുതിയ സ്കൂൾ ഓഫ് തോട്ടാണ് ഈ കേംബ്രിഡ്ജ് ആൻഡ് ന്യൂ കേംബ്രിഡ്ജ് സ്കൂളിലൂടെ നമ്മൾ കാണുന്നത്. കേംബ്രിഡ്ജ് സ്കൂൾ is a name given to a group of historians in Cambridge who interpreted Indian politics in the age of nationalism. Did not think that there was any fundamental contradiction between imperialism and nationalism. In their opinion, local interest and factional rivalries were prominent features of the history of Indian nationalism. If Indian nationalism emerged despite such localized rivalries, this happened because the British authorities simultaneously centralized the government and introduced representation in the course of the 19th and early 20th centuries. Government intrusion in local concern forced politicians to turn to the center. Paradoxically, Indian nationalism was the product of government impulse. Cambridge School is the name given to a group of historians in Cambridge who reinterpreted Indian politics in the age of nationalism. എന്താണ് ഈ റീഇൻ്റർപ്രറ്റഡ് എന്ന് പറയുന്നത്? പുനർവ്യാഖ്യാനം. അതായത് ഇന്ത്യൻ പൊളിറ്റിക്സ്, അതായത് ആ നാഷണലിസം കാലഘട്ടത്തിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഒരു റീഇൻ്റർപ്രറ്റ് ചെയ്ത ഒരു വിഭാഗം ഹിസ്റ്റോറിയൻസ് ആണ് കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസ്. They did not think that there was any fundamental contradiction between imperialism and nationalism. ഇമ്പീരിയലിസവുമായിട്ടോ അല്ലെങ്കിൽ നാഷണലിസവുമായിട്ടോ എന്തെങ്കിലും ഒരു കോൺട്രാഡിക്ഷൻ, ഒരു ഫണ്ടമെൻ്റൽ കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈരുദ്ധ്യം, അല്ലേ? വൈരുദ്ധ്യം ഉള്ളതായിട്ട് അവർ കരുതുന്നില്ല. അപ്പം എന്താണ് ഇമ്പീരിയലിസം, എന്താണ് നാഷണലിസം എന്നൊക്കെ അറിയാലോ. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? എ പോളിസി ഓഫ് എക്സ്റ്റെൻഡിങ് കൺട്രീസ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ത്രൂ colonization, use of military force or other means. അതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. നാഷണലിസമോ അതൊരു ഫീലിംഗ് ആണ്, അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് വൺസ് ഓൺ നേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ഇറ്റ്സ് ഇൻട്രസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഷണലിസത്തിൽ നിന്നൊക്കെ ഭാരതം എൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതാണത്. ലോയൽറ്റി ആൻഡ് ഡിവോഷൻ ടു എ നേഷൻ, ദാറ്റ് ഈസ് നാഷണലിസം. കോമൺ ലാംഗ്വേജ്, കോമൺ കൾച്ചർ, കോമൺ ഡെസ്റ്റിനി, അതേപോലെ തന്നെ ഷെയറിങ് കോമൺ ഹിസ്റ്ററി, ദാറ്റ് ഈസ് നാഷണലിസം. അപ്പോൾ ആ നാഷണലിസവുമായിട്ടും ഇമ്പീരിയലിസവുമായിട്ടൊന്നും ഒരു കോൺട്രാഡിക്ഷൻ ഉള്ളതായിട്ട് ഇവിടെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഈ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിൻ്റെ ഒപ്പീനിയനിൽ local interest and factional rivalries were prominent features of the history of Indian nationalism. Indian nationalism അതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചർ, അതിൻ്റെ പ്രോമിനൻറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഇൻട്രസ്റ്റ് ആൻഡ് ഫാക്ഷണൽ റൈവൽറീസ് ആണ്. എന്താ ഫാക്ഷണൽ റൈവൽറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരം വിഭാഗീയത. ഫാക്ഷണലിസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വിഭാഗീയമായിട്ടുള്ള കാഴ്ചപ്പാടിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ഷണലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Factional means a condition in which a group, organization, government, etc. is split into two or more smaller groups with a differing and often opposing opinion for interest. That is factional. അപ്പോൾ ആ ഫാക്ഷണൽ റൈവൽറീസ് ഒക്കെയാണ് പ്രോമിനൻറ്റ് ഫീച്ചറായിട്ട് ഇന്ത്യൻ നാഷണലിസത്തിന് കാണുന്നത്. അത് അങ്ങനെ തന്നെയാണല്ലോ. പരസ്പരം തമ്മിലടിക്കുന്ന കുറേ ആൾക്കാരും അവർക്കിടയിൽ പെട്ടുപോയ കുറേ സാധാരണക്കാരായ ആൾക്കാരും അങ്ങനെയൊക്കെയുള്ളൊരു ചിത്രമായിരുന്നല്ലോ നമ്മളെ ഈ നാഷണലിസത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരെയും ഒന്ന് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പിന്നീടാണ് ഒരു എന്താ പറയുക, ഒരു നാഷണൽ ആയിട്ടുള്ള ഒരു സംഘടന അങ്ങനെ ഒരു രൂപത്തിലേക്കൊക്കെ വന്നത്. അതിനു മുമ്പൊക്കെ ഛിന്ന ഭിന്നമായിട്ട് നാടിൻ്റെ പല ഭാഗങ്ങളിൽ കടന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. If Indian nationalism emerged despite such localized rivalries,
This happened because the British authorities simultaneously centralized the government and introduced a representation in the course of the late 19th and early 20th century. അതായത് ബ്രിട്ടീഷ് അതോറിറ്റീസ് ഈ ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറീസിലൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഗവൺമെൻറ് ഇൻട്രൂഷൻ ഇൻ ലോക്കൽ കൺസേൺ ഫോഴ്സ്ഡ് ലോക്കൽ പൊളിറ്റീഷ്യൻ ടു ടേൺ ടു ദ സെൻറ്റർ. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നുഴഞ്ഞു കയറ്റം അല്ലേ, അത് എവിടേക്ക് വന്നു, ഈ ലോക്കൽ കൺസേൺ പ്രാദേശികപരമായ താല്പര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ഫോഴ്സ്ഡ് ലോക്കൽ പൊളിറ്റീഷ്യൻ, അതായത് പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയക്കാരനെയൊക്കെ, അതായത് വിഘടിച്ച് നിൽക്കുന്ന ആൾക്കാരിനെയൊക്കെ ഒന്നാക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു സെൻട്രലൈസ്ഡ് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ്, അല്ലെങ്കിൽ ഒരു ശ്രമമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. പാരാഡോക്സിക്കലി, എന്താ പാരാഡോക്സിക്കലി എന്ന് പറഞ്ഞാൽ ഇതിനൊരു വിരോധാഭാസം എന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ നാഷണലിസം വാസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഗവൺമെൻറ് ഇമ്പൾസ്. ഈ ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന ആ നാഷണൽ മൂവ്മെൻറ്റ് ഉണ്ടായത് തന്നെ ഈ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെയൊക്കെ ഒരു ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രേരണ. ശരിയാണ് അല്ലേ, ഇങ്ങനെ ഒരു നാഷണൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എയോ ഹ്യൂം എന്ന് പറയുന്ന ആ ഇംഗ്ലീഷുകാരൻ്റെയൊക്കെ അധ്യക്ഷതയിലല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഇമ്പൾസ് തന്നത് ആ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനാണ്. ഇതൊക്കെ ആരുടെ ഒപ്പീനിയനാണ്? കേംബ്രിഡ്ജ് ആൻഡ് ന്യൂ കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിൻ്റെ ഒപ്പീനിയനാണ്. To this interpretation of Indian nationalism was a centrally of power. The thesis was set out in collection of essays by Cambridge historian which was entitled Locality, Province and Nation, Essays on Indian Politics 1870 and 1940. The collection was edited by John Gallagher, Gordon Johnson and Anil Seal and was published by the Cambridge University Press in 1973, both as an issue of the Cambridge Journal entitled Modern Asian Studies and as an independent publication. Critics accused the authors of debunking Indian nationalism and the group was dubbed the Cambridge School or simply referred to as the Cambridge. A hot controversy followed in the wake of publication, and Marxist and liberal historian in India sharply criticized the thesis. However, the Cambridge School undoubtedly made an impact of Indian historiography. അപ്പോൾ എന്താ ഇതിലൂടെ നമ്മൾ പറയുന്നത്? The central to this interpretation of Indian nationalism was a centrality of power. അതായത് കേന്ദ്രീകൃതമായ ഒരു അധികാര വ്യവസ്ഥയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രോഡീകരിച്ചിട്ടുള്ളത് ഒന്നാണ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്നത്. ദിസ് തീസിസ് വാസ് സെറ്റ് ഔട്ട് ഇൻ കളക്ഷൻ ഓഫ് എസ്സേസ്. ഈ ഒരു തീസീസ് നമുക്ക് കാണുന്നത് ഈ ടൈമിലുണ്ടായ ഒരുപാട് കളക്ഷൻ ഓഫ് എസ്സേസിൽ നിന്നുമാണ്. അതായത് കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസ് ഈ ടൈമിലുണ്ടാക്കിയ ഒരുപാട് എസ്സേസ് എൻടൈറ്റിൽഡ് മീൻസ് ഒരു തലക്കെട്ട് അവർ കൊടുത്തത് ഏതൊക്കെ രൂപത്തിലാണ്? ലൊക്കാലിറ്റി, പ്രൊവിൻസ് ആൻഡ് നേഷൻ. അതായത് ഓരോ പ്രാദേശികമായിട്ടും അല്ലെങ്കിൽ പ്രവിശ്യകളുടെ രൂപത്തിൽ അവസാനം നാഷൻ്റെ രൂപത്തിലുള്ള ഒരു എൻടൈറ്റിൽഡാണ് ഇവർ കൊടുത്തത്. അപ്പോൾ എന്താ ഇതിലൂടെ പറയുന്നത്? സെൻട്രൽ ടു ദിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇന്ത്യൻ നാഷണലിസം വാസ് എ സെൻട്രാലിറ്റി ഓഫ് പവർ, അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നതിൽ ഊന്നൽ കൊടുത്തിട്ടുള്ളതാണ്. അതായത് എസ്സേസ് ഓൺ ഇന്ത്യൻ പൊളിറ്റിക്സ് 1870, 1940 ആ ഒരു കാലഘട്ടത്തിൽ. ദ കളക്ഷൻ വാസ് എഡിറ്റഡ് ബൈ ജോൺ ഗലാഹർ. ഈ ഒരു കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിലെ പ്രധാനപ്പെട്ട ആളുകളാണ് ജോൺ ഗലാഹറും ഗോർഡൻ ജോൺസണും അനിൽ സീലും ഒക്കെ. അപ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്തതാണ് കുറേ എസ്സേസുകളുണ്ട്. അപ്പോൾ ഇത് പബ്ലിഷ്ഡ് ബൈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് ഇൻ 1973, ബോത്ത് ആസ് ആൻ ഇഷ്യൂ ഓഫ് കേംബ്രിഡ്ജ് ജേർണൽ എൻടൈറ്റിൽഡ് മോഡേൺ ഏഷ്യൻ സ്റ്റഡീസ്. ഇവരുടെയൊക്കെ ഈ എസ്സേസിനെ ക്രോഡീകരിച്ചുള്ള സമാഹാരത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവായിട്ട് പറഞ്ഞിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് മോഡേൺ ഏഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്നതാണ്. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ക്രിട്ടിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഓതേഴ്സ് ഓഫ് ഡീബങ്കിങ്. എന്താ ഡീബങ്കിങ്? കാപട്യത്തിൻ്റെ മറ നീക്കുന്ന ഒരു എഴുത്തുകളാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ളത്. ഡീബങ്കിങ് ഇന്ത്യൻ നാഷണലിസം ആൻഡ് ദ ഗ്രൂപ്പ് വാസ് ഡബ്ഡ് മീൻസ് എന്താണ്? അതായത് ഒന്ന് മിനുക്കി എടുക്കുക, ഇവരുടെ സങ്കല്പങ്ങളെയൊക്കെ ഒരു സ്ഥാനപ്പേരൊക്കെ കൊടുക്കുക, ഒന്ന് മിനുക്കി എടുത്തിട്ട് ഇവരുടെ ചിന്തകളുടെയൊക്കെ ഒരു ക്രോഡീകരണം ഒരു പബ്ലിക്കേഷൻ്റെ രൂപത്തിൽ വന്നു. ആ ഒരു പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? കേംബ്രിഡ്ജ്
യൂണിവേഴ്സിറ്റി പ്രസ്സിലാണ്. അപ്പോൾ ദ കേംബ്രിഡ്ജ് സ്കൂൾ ഓർ സിംപ്ലി റെഫേർഡ് ടു as ആൻ കേംബ്രിഡ്ജ്, എ ഹോട്ട് കോൺട്രവേഴ്സി ഫോളോഡ് ഇൻ ദ വേക്ക് ഓഫ് പബ്ലിക്കേഷൻ ആൻഡ് ദ മാർക്സിസ്റ്റ് ആൻഡ് ലിബറൽ ഹിസ്റ്റോറിയൻസ്. അറിയാലോ മാർക്സിസം, കാൾ മാർക്സിൻ്റെ അല്ലേ, മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഹിസ്റ്ററി വാസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ക്ലാസ്സസ്, ദാറ്റ് ഈസ് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്, ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ തമ്മിലുള്ള ആ അന്തരം, അതാണ് ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫീൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ലിബറൽ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. ലിബറൽ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താണ്? പ്രിഫർ ടു ദ സ്റ്റഡി തീംസ് ഓഫ് പവർ ആൻഡ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് തീംസ് ഓഫ് പവറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ളതാണ് ലിബറൽ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താഗതികളുടെയൊക്കെ ഒരു ക്രോഡീകരണവും കൂടെ നമുക്ക് എന്തിൽ കാണാം? ഇത്തരം ഈ പബ്ലിക്കേഷൻ്റെ പിന്നിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. However, the Cambridge School undoubtedly made an impact on Indian historiography. To the historians of Cambridge School was their focus upon the search for power by individual and faction. They published their enquiries down from the nation viewed as a whole of the Marxist and the region regarded separated by the elite theorist in locality. And the locality they are entitled focused not upon social groups such as classes or caste, but on connection straddling these social categories. അപ്പോൾ വാട്ട് ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ദ ഹിസ്റ്റോറിയൻ ഓഫ് Cambridge School was their focus upon the search for power by individual and faction. Factions means ഓരോ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എന്തിലേക്ക് വരുന്നത്? അധികാരം, സെർച്ച് ഫോർ പവർ എന്നതിലേക്ക് വരുന്നത്. ദേ പബ്ലിഷ്ഡ് ദെയർ എൻക്വയറീസ് ഡൗൺ ഫ്രം നേഷൻ. അവരുടെ എൻക്വയറി അവർ കണ്ടെത്തിയത് നേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ആ നേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വ്യൂഡ് ആസ് എ ഹോൾ ബൈ ദ മാർക്സിസ്റ്റ് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റീജിയൻ മീൻസ് റിഗാർഡഡ് സെപ്പറേറ്റ്ലി ബൈ ദ എലൈറ്റ് തിയോറിസ്റ്റ്. എലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നത അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു പുതിയ സൈദ്ധാന്തികരെ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. അവരുടെ ചിന്തകളുമായി സമന്വയിച്ചിട്ടാണ് ദ റീജിയൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ടു ദ ലൊക്കാലിറ്റി ആൻഡ് ദ ലൊക്കാലിറ്റി ദർ അറ്റൻഷൻ ഫോക്കസ്ഡ് നോട്ട് അപ്പോൺ സോഷ്യൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് ക്ലാസ്സസ് ഓർ കാസ്റ്റ്. വെറും ഒരു സോഷ്യൽ ഗ്രൂപ്പ്സിനെ കാസ്റ്റ് അങ്ങനെ പറയുന്നതിന് മാത്രമല്ല, ബട്ട് ഓൺ കണക്ഷൻ സ്ട്രാഡ്ലിംഗ് മീൻസ് എന്താണ്? ഒരു പ്രശ്നത്തെ രണ്ട് തരത്തിൽ നോക്കി കാണിക്കുക, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട രണ്ട് വിഭാഗക്കാരോടും ഒരേ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് പെരുമാറുക. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രാഡലിംഗ് ആയിട്ടുള്ള ഒരു സോഷ്യൽ കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ കാലഘട്ടത്തിലെ കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് സ്ട്രാഡ്ലിംഗ് മീൻസ് എ റിലേഷൻ ബിറ്റ്വീൻ തിങ്സ് ഓർ ഇവൻറ്റ്സ്. അതായത് രണ്ട് പ്രശ്നങ്ങളോടും കൂടി ഒരു പ്രശ്നത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാരോടും കൂടി ഒരേ സമീപനം കൊണ്ടുവരുന്ന ഒരു അപ്രോച്ചായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ദ കേംബ്രിഡ്ജ് ഇൻ്റർപ്രിട്ടേഷൻ. The Cambridge interpretation began with the locality and with the connection in each locality. 3 influential works emphasizing the role of English educated elite in Indian politics came out in quick succession. D.A. ലോയുടെ ഒന്നാമത്തെ D.A. ലോ സൗണ്ടിങ് ഇൻ കണ്ടംപററി സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി. J.H. ബ്രൂംഫീൽഡിൻ്റെ രണ്ടാമത്തേത് എലൈറ്റ് ഡിസഗ്രിമെൻറ്റ് ഓൺ പ്ലൂരൽ സൊസൈറ്റി 20th സെഞ്ച്വറി ബംഗാൾ. അനിൽ സീലിൻ്റെ മൂന്നാമത്തെ വ്യക്തിയാണ് അനിൽ സീലിൻ്റെ ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, കോമ്പറ്റീഷൻ ആൻഡ് കൊളാബറേഷൻ ഇൻ ദ ലേറ്റർ 19th സെഞ്ച്വറി എന്ന് പറയുന്ന ടോപ്പിക്. അപ്പം ഇൻ്റർപ്രിട്ടേഷൻ ബിഗാൻ വിത്ത് ദ ലൊക്കാലിറ്റി. ഈ കേംബ്രിഡ്ജ് ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാദേശികമായ തലത്തിൽ നിന്ന് തന്നെയാണ്, ലൊക്കാലിറ്റി ബേസ്ഡ് ആണ്. വിത്ത് ദ കണക്ഷൻ ഇൻ ഈച്ച് ലൊക്കാലിറ്റി, ഓരോ പ്രദേശങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് ഇവരുടെ ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവരെ സഹായിച്ചത്, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും മനസ്സിലാക്കാൻ സഹായിച്ചത് ഇവരുടെ കാലത്തുണ്ടായ 3 ഇൻഫ്ലുവൻഷ്യൽ വർക്ക്സ് ആണ്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ, എംഫസൈസിങ് ദ റോൾ ഓഫ് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് എലൈറ്റ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ഉന്നതരായിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്സ് ഒക്കെ കെയിം ഔട്ട് ഇൻ ക്വിക്ക് സക്സഷൻ, ഇതിൻ്റെ പിന്തുടർച്ചകളായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക, അഭ്യസ്തവിദ്യരായിട്ടുള്ള കുറേ ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എലൈറ്റ് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഈ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അവരുടെ ചിന്തകൾ
ബേസ് ചെയ്തിട്ടുള്ളത് ലൊക്കാലിറ്റി ബേസ്ഡ് ആണ്. ലൊക്കാലിറ്റി, പ്രൊവിൻസ്, നേഷൻ, അങ്ങനെയാണ് അവരുടെ ചിന്തകൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസിങ് ചെയ്ത 3 പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഒന്ന് DA ലോയുടെ സൗണ്ടിങ് ഇൻ കണ്ടംപററി സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി, പിന്നെ രണ്ടാമത്തേത് JH ബ്രൂംഫീൽഡ് ആണ്, അദ്ദേഹത്തിൻ്റെ എലൈറ്റ് ഡിസഗ്രിമെൻറ്റ് ഇൻ പ്ലൂരൽ സൊസൈറ്റി 20th സെഞ്ച്വറി ബംഗാൾ. അതിനുശേഷം അനിൽ സീലിൻ്റെയാണ് ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, കോമ്പറ്റീഷൻ ആൻഡ് കൊളാബറേഷൻ ഇൻ ദ ലേറ്റർ 19th സെഞ്ച്വറി. ഈ 3 വർക്കുകളും ഈ ആൾക്കാരുടെ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. What distinguished the historians of the Cambridge School was their focus upon the search for power by individual and faction. They pushed their inquiry down from the nation and the region to the locality, and in the locality their attention focused not upon social groups such as classes or caste but on connection straddling these social categories. കേംബ്രിഡ്ജ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയൻസിനെ വേർതിരിച്ച് നിർത്തുന്നത് അവരുടെ ഫോക്കസ് ഓഫ് സെർച്ച് ഫോർ പവർ ആണ്. അത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഫാക്ഷൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. അവരുടെ എൻക്വയറീസ് അവരുടെ ഡൗൺ ഫ്രം ദി, എവിടെ നിന്ന് തുടങ്ങുന്നത്, നേഷൻ ആൻഡ് ദ റീജിയൻ ടു ദ ലൊക്കാലിറ്റി, ആൻഡ് ദ ലൊക്കാലിറ്റി ദർ അറ്റൻഷൻ ഫോക്കസ്ഡ്, അതായത് രാഷ്ട്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെയാണ് ഈ അധികാരത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നത്. നോട്ട് അപ്പോൺ സോഷ്യൽ ഗ്രൂപ്പ് സച്ച് ആസ് ക്ലാസസ് ഓർ കാസ്റ്റ്, അവിടെ വർഗ്ഗങ്ങളോ ജാതികളോ ഒന്നുമല്ല, ബട്ട് ഓൺ കണക്ഷൻ സ്ട്രാഡ്ലിംഗ് ദി സോഷ്യൽ കാറ്റഗറീസ്, അതായത് രണ്ട് ഭാഗത്തേക്കും സോഷ്യൽ കാറ്റഗറീസിൻ്റെ രണ്ട് ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വളർന്ന് വന്നത്. The gradual centralization of the government matched as it was by the growth of representative element within the centralized structure pulled local politics onwards into politics with a national focus. Nationalism in this view was disguised collaboration with imperialism. ഗ്രാജുവൽ സെൻട്രലൈസേഷൻ ഓഫ് ദ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു കേന്ദ്രീകരണം എന്ന് പറയുന്നത് മാച്ച്ഡ് ആസ് ഇറ്റ് വാസ് ദ ഗ്രോത്ത് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്, പ്രാതിനിധ്യാത്മകമായ കുറേ ഘടകങ്ങളുടെ ഒരു ഗ്രോത്ത് ഉള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും സെൻട്രലൈസിങ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് വരുന്നത്, ഒരു സെൻട്രലൈസ്ഡ് സ്ട്രക്ചർ വരുന്നത്. പുൾഡ് ലോക്കൽ പൊളിറ്റിക്സ് ഔട്ട്വേർഡ്സ്, അതായത് ഒരു പ്രാദേശികപരമായ രാഷ്ട്രീയ സംവിധാനം അല്ലെങ്കിൽ ആ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയം നാഷണൽ ഫോക്കസിലൂടെ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെയാണ് എന്ത് വരുന്നത്, ഒരു ഗ്രാജുവൽ സെൻട്രലൈസേഷൻ ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നാഷണലിസം ഇൻ ദിസ് വ്യൂ വാസ് ഡിസ്ഗൈസ്ഡ് കൊളാബറേഷൻ വിത്ത് ഇമ്പീരിയലിസം. ഇപ്പം നാഷണലിസം എന്ന് പറയുന്നൊരു ഫീലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ആ ഒരു നാഷണലിസം എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്ഗൈസ്ഡ് കൊളാബറേഷൻ വിത്ത് ഇമ്പീരിയലിസം, ദേശീയതയ്ക്ക് എന്തുമായിട്ടൊരു ഇതുണ്ട്. ഡിസ്ഗൈസ്ഡ് മീൻസ് എന്താണ്, വേഷം മാറിയ. കൊളാബറേഷൻ എന്താണ്, ഒരു സഹകരണം. അപ്പം ഡയറക്റ്റായി നോക്കുമ്പോൾ നാഷണലിസവും ഇമ്പീരിയലിസവും രണ്ട് എക്സ്ട്രീമാണ്. പക്ഷേ ബേസിക്കലി ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ നാഷണലിസം എന്ന് പറയുന്നത് ഇവരുടെ ഈ കേംബ്രിഡ്ജ് വ്യൂ ഓഫ് ഹിസ്റ്റോറിയൻസിൻ്റെ വ്യൂവിൽ വാസ് എ ഡിസ്ഗൈസ്ഡ് കൊളാബറേഷൻ വിത്ത് ഇമ്പീരിയലിസം. ഇമ്പീരിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ബെയ്ലീസ് അനാലിസിസ് ഓഫ് മിഡ് 19th century politics in Allahabad town, local politics consisted of laws consortia of patron, each with their client satisfied. The town was dominated by commercial magnate whose vicinity status of race or notable. He established it's useful to describe the several groups in clientage in the commercial races as connection, a bunching of economic function. Approximately the magnates gave the connection as a cross caste, cross society aspect. Later the similar connection became the operative units in the nationalist politics in Allahabad. In his revise of Bombay politics, Gordon Johnson concurred with this. C.A. ബെയ്ലി ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിൻ്റെ അനാലിസിസ് എന്ന് പറയുന്ന അനാലിസിസ് ഓഫ് മിഡ് 19th സെഞ്ച്വറി, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യകാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയം അത് ഏതുമായി കോൺസെൻട്രേറ്റ് ചെയ്തതാണ്, ഇൻ അലഹബാദ് ടൗൺ. ലോക്കൽ പൊളിറ്റിക്സ് കൺസിസ്റ്റഡ് ഓഫ് എ സീരീസ് ഓഫ് ലോസ് കൺസോർഷ്യ ഓഫ് പാട്രൺസ് വിത്ത് ദെയർ
ടു സാറ്റിസ്ഫൈ. അതായത് ലോക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റഡ് ആസ് എ സീരീസ് ഓഫ് ലോസ് കൺസോർഷ്യ. അതായത് ഈ ലോക്കൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ, അതായത് ആ ഒരു ലോക്കലായിട്ടുള്ള കുറേ പാട്രൺസ് ഉണ്ടാവുമല്ലോ. പാട്രൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷാധികാരികൾ. അപ്പം അവരുടെ ഇടയിലുള്ള ഒരു കൂട്ടായ്മ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമായിരുന്നു ആ ഒരു മിഡ് 19th സെഞ്ചുറികളിലേക്ക് ഉണ്ടായിരുന്നത്. അതായത് ഫ്യൂഡലിസം പോലെയുള്ള ചില സംഭവങ്ങളുടെയൊക്കെ ഒരു അവശിഷ്ടങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാം. അതുകൊണ്ടാവാം ഈ രക്ഷാധികാരികളുടെ ഇടയിൽ ഒരു കൂട്ടായ്മ ഇല്ലാണ്ടായി. അതായത് അവരുടെ ഇടപാടുകാരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ അലഹബാദ് ടൗൺ എന്ന് പറയുന്നത് വാസ് ഡോമിനേറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ മാഗ്നറ്റ്. അതായത് വ്യാപാരി സമുച്ചയങ്ങളുടെ ഒരു ഡോമിനേഷൻ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഹൂ ഈസ് ദ വിസിനിറ്റി എൻജോയ്ഡ് ദ സ്റ്റാറ്റസ് ഓഫ് റേസസ് ഓർ നോട്ടബിൾ. വിസിനിറ്റി മീൻസ് എന്താണ്? അവരുടെ ഒരു സാമീപ്യം. അതായത് കൊമേഴ്ഷ്യൽ മാഗ്നറ്റുകൾ അവരുടെ സ്റ്റാറ്റസ് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള തന്ത്രങ്ങളായിരുന്നു അവിടെ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഹീ എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സ് യൂസ്ഫുൾ ടു ഡിസ്ക്രൈബ് ദ സെവറൽ ഗ്രൂപ്പ്സ് ഇൻ ക്ലയൻറ്റേജ്. ക്ലയൻറ്റേജ് മീൻസ് ഉപഭോക്താക്കൾ. ടു ദ കൊമേഴ്ഷ്യൽ റേസസ് ആസ് കണക്ഷൻ. അതായത് വ്യാപാരപരമായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു കണക്ഷൻസ് സൃഷ്ടിച്ചെടുത്തതായിരുന്നു. അപ്പോൾ ആ ബഞ്ചിങ് ഓഫ് എക്കണോമിക് ഫങ്ഷൻ അപ്രോക്സിമേറ്റ്ലി ദ മാഗ്നറ്റ് ഗേവ് ദ കണക്ഷൻ എ ക്രോസ് കാസ്റ്റ്. അപ്പോൾ ആ ഒരു എക്കണോമിക് ഫങ്ഷൻ സ്മൂത്തായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഈ മാഗ്നറ്റുകൾ ഒരു കണക്ഷൻ സൃഷ്ടിച്ചു. അപ്പോൾ അവരുണ്ടാക്കിയ കണക്ഷൻ എന്ന് പറയുന്നത് ജാതിയുമായിട്ട് വളരെ അടുത്തത് അല്ലെങ്കിൽ സമൂഹവുമായിട്ട് വളരെ അടുത്ത ക്രോസ് കാസ്റ്റ്, ക്രോസ് സൊസൈറ്റി ആസ്പെക്റ്റിലുള്ളതായിരുന്നു ഇവർ നിർമ്മിച്ചെടുത്തത്. ലേറ്റർ ദ സിമിലർ കണക്ഷൻ ബിക്കെയിം ദ ഓപ്പറേറ്റീവ് യൂണിറ്റ്. പിന്നീട് അങ്ങനെയുള്ള കണക്ഷൻ എങ്ങനെയുള്ള ഇതിലേക്ക് മാറി? ഓപ്പറേറ്റീവ് യൂണിറ്റ്സുകൾ, അതായത് നിർണായക ഘടകങ്ങളായിട്ട് മാറി. ആ നിർണായക ഘടകങ്ങളാണ് എന്തിനെ സ്വാധീനിച്ചത്? നാഷണലിസ്റ്റ് പൊളിറ്റിക്സ് ഇൻ അലഹബാദ്. ഇൻ ഹിസ് റിവൈസ് ഓഫ് ബോംബെ പൊളിറ്റിക്സ് ഗോർഡൻ ജോൺസൺ കൺകേർഡ് വിത്ത് ദിസ്. കൺകേർഡ് മീൻസ് സമ്മതിക്കുകയാണ്. ഈ C.A. ബെയ്ലിയുടെ അതേ കൺസെപ്റ്റ് ആരും സമ്മതിക്കുകയാണ്? പിന്നീട് ഗോർഡൻ ജോൺസണും സമ്മതിച്ചു. The obvious feature of every Indian politician was that each politician acted for several diverse interests at all stages of Indian society, and doing so cut crossways horizontal ties of class, caste, region and religion. In other languages, the factions were vertical alliances, not horizontal alliances. The local rivalries were seldom marked by the alliance of landlord with the landlord, educated Muslim with the Muslim, and the Brahmin with the Brahmin. More regularly, Hindus worked with the Muslims. Brahmanas were hand in glove with the non-Brahmins. അപ്പോൾ മെയിൻലി ദ ഒബീവിയസ് ഫീച്ചർ ഓഫ് എവരി ഇന്ത്യൻ പൊളിറ്റീഷ്യൻ. എന്താ ഒബീവിയസ് എന്ന് പറഞ്ഞാൽ? വ്യക്തമായ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈച്ച് പൊളിറ്റീഷ്യൻ ആക്റ്റഡ് ഫോർ സെവറൽ ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് അറ്റ് ദ സ്റ്റേജസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയുടെ വിവിധ പരിണാമഘട്ടങ്ങളിൽ ഓരോ പൊളിറ്റീഷ്യൻസും ഈച്ച് പൊളിറ്റീഷ്യൻ ആക്റ്റഡ് ഫോർ സെവറൽ ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്, വ്യത്യസ്തമായ താല്പര്യങ്ങളായിരുന്നു പുലർത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇൻ ഡൂയിങ് സോ കട്ട് ക്രോസ് വൈസ് ഹൊറിസോണ്ടൽ ടൈസ് ഓഫ് ക്ലാസ്. ഹൊറിസോണ്ടൽ മീൻസ് എന്താണ്? തിരശ്ചീനമായിട്ടുള്ള ഒരു ടൈ ആണ് അവർ കാണിക്കുന്നത്. അതായത് ക്ലാസിൻ്റെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിൽ, റീജിയൻ്റെ പേരിൽ, റിലീജിയൻ്റെ പേരിൽ ഒക്കെയുള്ള ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടൈസ് ആണ് ഇവരുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ ഫാക്ഷൻസ് വേർ വെർട്ടിക്കൽ അലയൻസ്. മറ്റു ഭാഷകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഭാഗീയത എന്ന് പറയുന്നത് വെർട്ടിക്കൽ അലയൻസിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്താ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ? ലംബമായിട്ടുള്ള ഒരു അലയൻസസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, നോട്ട് ഹൊറിസോണ്ടൽ അലയൻസസ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ലോക്കൽ റൈവൽറീസ് വേർ സെൽഡം മീൻസ് അപൂർവമായിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും, വേർ സെൽഡം മാർക്ക്ഡ് ബൈ ദ അലയൻസ് ഓഫ് ലാൻഡ് ലോഡ് വിത്ത് ലാൻഡ് ലോഡ്. എപ്പോഴെങ്കിലുമൊക്കെ ഒരു അലയൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. അതായത് ആ ഇത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വെർട്ടിക്കൽ ആയിട്ടുള്ള അലയൻസസ് ആണ്. ആ വെർട്ടിക്കൽ അലയൻസസിൽ എന്തൊക്കെയാണ് വരിക? ലാൻഡ് ലോഡുമായിട്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡുമായിട്ട്, എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ അൺഎഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ അത് എന്താവും? ഹൊറിസോണ്ടൽ ആവും. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ലംബമായിട്ടുള്ള ഒരു, അതായത് ഇങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട്, അല്ലെങ്കിൽ ഒന്നിന് താഴെ ഒന്നായിട്ട് അങ്ങനെയാണ് വരിക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ പോകുന്നില്ല. അപ്പോൾ എഡ്യൂക്കേറ്റഡ് വിത്ത് എഡ്യൂക്കേറ്റഡ്, മുസ്ലിംസ് വിത്ത് മുസ്ലിംസ്, ആൻഡ് ദ ബ്രാഹ്മിൻസ് വിത്ത്
ബ്രാഹ്മൺ. മോർ റെഗുലർലി ഹിന്ദുസ് വർക്ക്ഡ് വിത്ത് മുസ്ലിംസ്. സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇവിടെ ഐക്യം അല്ലേ, ഹിന്ദുസ് മുസ്ലിംസ് ഐക്യം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ബ്രാഹ്മിൺസ്, അല്ലെങ്കിൽ ബ്രാഹ്മിൺസ് വർ ഹാൻഡ് ഇൻ ഗ്ലോ വിത്ത് നോൺ ബ്രാഹ്മിൺസ്. ബ്രാഹ്മണ സമൂഹം മറ്റുള്ള അബ്രാഹ്മണ സമൂഹവുമായിട്ടുള്ള ഒരു ടൈ ഒക്കെ സാധാരണ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റേജസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിൽ 2 തരത്തിലുള്ള വളർച്ചയാണ് കാണാൻ പറ്റും. ഒന്ന് ഹൊറിസോണ്ടൽ ടൈസും മറ്റൊന്ന് വെർട്ടിക്കൽ അലയൻസും. ഹൊറിസോണ്ടൽ ടൈസിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കുക, വെർട്ടിക്കൽ അലയൻസിൽ വരുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കുക. Interpretation. The roots of politics lay in the localities, the district of the municipality, the village. There the town notable and the rural local bosses enjoyed the power to distribute possessions without any interference by the seemingly impotent imperial government. But things began to change in the late 19th and early 20th century, motivated according to the David Washbrook by the need to improve, to gather more wealth, to do more good. And imperial authorities accepted out bureaucratic and constitutional reforms which forced more and more local politicians to turn their attention from the local centers of power to the government at the center. According to the Cambridge ഇൻ്റർപ്രറ്റേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ദ റൂട്ട്സ് ഓഫ് ദ പൊളിറ്റിക്സ് ലേ ഇൻ ദ ലൊക്കാലിറ്റി. പൊളിറ്റിക്സിൻ്റെ റൂട്ട് അല്ലെങ്കിൽ വേരെന്ന് പറയുന്നത് കിടക്കുന്നത് എങ്ങനെയാണ്? ഓരോ പ്രാദേശികപരമായിട്ടാണ്. ലൊക്കാലിറ്റീസ് പിന്നെ എന്താണ്? ദ ഡിസ്ട്രിക്ട്, ദ മുനിസിപ്പാലിറ്റി, ദ വില്ലേജ്. അങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കിടക്കുന്നത്. ദ ടൗൺ നോട്ടബിൾ ആൻഡ് ദ റൂറൽ ലോക്കൽ ബോസസ്. പ്രാദേശികപരമായിട്ടുള്ള ലോക്കൽ ബോസസ് ഉണ്ടാവുമല്ലോ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. ആ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അധികാരം കിട്ടുന്നതോടുകൂടി ഗവൺമെൻറ്റിന് എന്ത് സംഭവിക്കും? ഇമ്പോർട്ടൻ്റ് ഇമ്പീരിയൽ ഗവൺമെൻറ് ആയിട്ട് മാറും അല്ലേ? എല്ലാ അധികാരവും ആർക്ക് കിട്ടിയാലാണ് ആര് സ്ട്രോങ് ആവുള്ളൂ? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സെൻട്രലൈസ്ഡ് പവർ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് സ്ട്രോങ് ആവുള്ളൂ. പക്ഷേ ഈ പവർ മുഴുവൻ ലോക്കൽ ബോസസിൻ്റെ കയ്യിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ശക്തി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ബലഹീനനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഡേവിഡ് വാഷ്ബ്രൂക്കിനെ പോലെയുള്ള ആളുകൾ ഒരു ഇംപ്രൂവ്മെൻറ്റ് വേണം, അതായത് ടു ഗ്യാദർ മോർ വെൽത്ത്, ടു ഡു മോർ ഗുഡ്. കൂടുതൽ നല്ലത് ചെയ്യണമെങ്കിൽ കൂടുതൽ എന്ത് വേണം? ഗ്യാദർ മോർ വെൽത്ത്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നടക്കുകയുള്ളൂ. അപ്പോൾ സമ്പത്ത് കൂട്ടി വെക്കുക, കൂടുതൽ സ്ട്രോങ് ആവുക. അപ്പോൾ അവരുടെ കാര്യത്തിലാണെങ്കിലും വെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഗവൺമെൻറ് മാറിയെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടു ഡു മോർ ഗുഡ്, നന്നായിട്ട് പ്രവർത്തിക്കാനും പറ്റുകയുള്ളൂ. അതോറിറ്റീസ് ആക്സെപ്റ്റഡ് ഔട്ട് ബ്യൂറോക്രാറ്റിക് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് വിച്ച് ഫോഴ്സ്ഡ് മോർ ആൻഡ് മോർ ലോക്കൽ പൊളിറ്റീഷ്യൻസ്. അതായത് ഇമ്പീരിയൽ അതോറിറ്റി ഈ ഒരു കാലഘട്ടത്തിൽ ആക്സെപ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ഉദ്യോഗസ്ഥ വൃന്ദം സൃഷ്ടിക്കുക, എന്നാലേ ഈ ലോക്കൽ ബോസിനെയൊക്കെ അടിച്ചമർത്താൻ പറ്റുള്ളൂ. ബ്യൂറോക്രാറ്റിക് മീൻസ് എന്താണ്? കാർക്കശ്യമുള്ള. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരിക. ഫോഴ്സ്ഡ് മോർ ആൻഡ് മോർ ലോക്കൽ പൊളിറ്റീഷ്യൻ ടു ടേൺ ദർ അറ്റൻഷൻ ഫ്രം ദ ലോക്കൽ സെൻറ്റേഴ്സ് ഓഫ് പവർ. പ്രാദേശികപരമായ അധികാര കേന്ദ്രത്തിൽ നിന്നും എവിടേക്ക് അധികാരം മാറ്റണം? ദ ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ. കേന്ദ്രത്തിലേക്ക് ആര് കൊണ്ടുവരണം? ഗവൺമെൻറ്റിനെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്? ടു ഗ്യാദർ മോർ വെൽത്ത്, ടു ഡു മോർ ഗുഡ്. നല്ലത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ ഇപ്പോഴുള്ള ഭരണ സംവിധാനം നോക്കിയാൽ നമുക്കങ്ങനെ ചിന്തിച്ചൂടെ? ഓരോ പ്രവിശ്യകളിലുള്ള ആൾക്കാർ കൂടുതൽ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ആ ഗവൺമെൻറ്റിന് വല്ല അർത്ഥമുണ്ടോ? ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അധികാരവും വേണം, വെൽത്തും വേണം. അപ്പം അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. In his introduction to locality, province and nation, had the similar thing to say. As a centralized and increasingly representative government appeared, it was no longer enough for Indian to secure political benefit to the localities alone. The rising power to be bargained for at the centers of government necessitated the creation of provincial and then all India politics. Village, district and small town sustained unabated and undergrowth, but political associations such as Madras Native Association or the International Congress
deployed the dissimilar grammar of politics in provinces and at the center. For the formal structure of government provided the framework of politics, and it was only by opening within it that Indians could share and determine power and patronage. അപ്പം അനിൽ സീലിനെ പോലെയുള്ള ചിന്തകർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനിൽ സീൽ ഇൻ ഹിസ് ഇൻട്രൊഡക്ഷൻ ടു ലൊക്കാലിറ്റി പ്രൊവിൻസ് ആൻഡ് നേഷൻ എന്ന് പറയുന്നതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഹാഡ് ദ സിമിലർ തിങ് ടു സേ ആസ് എ സെൻട്രലൈസ്ഡ് ആൻഡ് ഇൻക്രീസിംഗ്ലി റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് അപ്പിയേർഡ്. സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃതമായിട്ടും അല്ലെങ്കിൽ ഇൻക്രീസിംഗ്ലി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള, റെപ്രസെൻറ്റേറ്റീവ് മീൻസ് എന്താണ്, പ്രാതിനിധ്യം കൂടുതലുള്ള, സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃതമായ ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ ഇറ്റ് വാസ് നോ ലോങ്ങർ ഇനഫ് ഫോർ ഇന്ത്യൻ ടു സെക്യൂർ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ടു ദ ലൊക്കാലിറ്റീസ് എലോൺ. പ്രാദേശികപരമായിട്ടുള്ള എല്ലാവിടേക്കും എന്ത് വരാൻ പറ്റും, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ദ റൈസിംഗ് പവർ ടു ബി ബാർഗെയിൻഡ് ഫോർ അറ്റ് ദ സെൻറ്റർ ഫോർ ഗവൺമെൻറ് നെസസിറ്റേറ്റഡ് ടു ദ ക്രിയേഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ആൻഡ് ദെൻ ഓൾ ഇന്ത്യ പൊളിറ്റിക്സ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ, അല്ലെങ്കിൽ ആ പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിയേഷനെ തന്നെ ഇത് വളരെയധികം നിർണായകമായിട്ട് ബാധിക്കും. ബാർഗെയിൻഡ് മീൻസ് എന്താണ്, വിലപേശൽ അല്ലേ. ഈ ഉയർന്നു വരുന്ന അധികാരം ഗവൺമെൻറ് കുറച്ചും കൂടെ സ്ട്രോങ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ബാർഗെയിനിങ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ വില്ലേജ്, ഡിസ്ട്രിക്ട് ആൻഡ് സ്മോൾ ടൗൺ പൊളിറ്റിക്സ് സസ്റ്റെയിൻഡ് അൺഅബേറ്റഡ് ടു ദ അണ്ടർ ഗ്രോത്ത്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വില്ലേജ്, ഡിസ്ട്രിക്ട്, സ്മോൾ ടൗൺ പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ, എന്താ സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിയിൽ നിന്ന് തന്നെ രാഷ്ട്രീയത്തിൻ്റെ പില്ലാർ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും. ബട്ട് പൊളിറ്റിക്കൽ അസോസിയേഷൻ സച്ച് ആസ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. മദ്രാസ് നേറ്റീവ് അസോസിയേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852 ഫൗണ്ട് ചെയ്തത്. ദ ഫസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ അസോസിയേഷൻ ടു ബി ഫോംഡ് ഇൻ ദ മദ്രാസ് പ്രസിഡൻസി. ഫൗണ്ടർ ഗുജാല ലക്ഷ്മി നരസു ചെട്ടി. അത് അദ്ദേഹത്തിൻ്റെതാണ് ഈ ക്രിയേഷൻ എന്ന് പറയുന്നത്, ഈ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയാലോ, ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി, ഡിപ്ലോയിഡ് എ ഡിസിമിലർ ഗ്രാമർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ദ പ്രൊവിൻസ് ആൻഡ് അറ്റ് ദ സെൻറ്റർ. പ്രാദേശികപരമായിട്ടും പ്രൊവിൻഷ്യലായിട്ടും കേന്ദ്രീകൃതമായിട്ടുമുള്ള ഒരു ഡിപ്ലോയിഡ് മീൻസ് എന്താണ്, വിന്യസിക്കപ്പെടുക അല്ലേ. ഡിസിമിലർ മീൻസ് എന്താണ്, സമാനതകളില്ലാത്ത. ഗ്രാമർ ഓഫ് പൊളിറ്റിക്സ്, അധികാരത്തിൻ്റെ സമവാക്യങ്ങൾ എഴുതി ചേർക്കാൻ പറ്റിയ രണ്ട് പാർട്ടികളായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. ഒന്ന് MNA, മറ്റൊന്ന് INCയും. ദ ഫോർമൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് പ്രൊവൈഡഡ് ദ ഫ്രെയിംവർക്ക് ഓഫ് പൊളിറ്റിക്സ്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ ഒരു ചട്ടക്കൂട് രൂപീകരിക്കപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ബൈ ഓപ്പറേറ്റിംഗ് വിതിൻ ദാറ്റ് ദ ഇന്ത്യൻസ് കുഡ് ഷെയർ ആൻഡ് ഡിറ്റർമൈൻ ദ ഷെയറിംഗ് ഓഫ് പവർ ആൻഡ് പാട്രണേജ്. അതായത് അധികാരത്തിൻ്റെ രക്ഷാകർതൃത്വം ആരുടെ കൈകളിലേക്ക് വരികയാണ്, ഇന്ത്യൻസിൻ്റെ കൈകളിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഗവൺമെൻറ് സെൻട്രലൈസ്ഡ് ആയി, മോർ പവർഫുള്ളായി, മോർ വെൽത്തായി. അപ്പോൾ അതിൻ്റെ ഫലം മുഴുവൻ ആർക്കാണ് കിട്ടുക എന്ന് പറയുന്നത്, ഇന്ത്യൻസിന് തന്നെയാണ് കിട്ടുക. ഷെയറിംഗ് ഓഫ് പവർ and patronage belongs to the hand of the Indians. That is opinion of the Cambridge School of Historian, especially Anil Seal. So ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി കേൾക്കുക, മനസ്സിലേക്ക് ഈ ധാരണകളൊക്കെ വീണ്ടും വീണ്ടും കേട്ട് ഉറപ്പിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.